ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. മുന്നിലിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമങ്ങൾ. ശാന്തിമഠം മഠാധിപതി സ്വാമി ആത്മചൈതന്യജിയുടെ 60ാം പിറന്നാൾ ആചരിക്കുവാൻ നാമൊക്കെ ഇവിടെ ഒത്തുചേർന്നു. സമൂജ്യ സ്വാമി ചിദാനന്ദപുരിജി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ആശംസകൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഇത്തരം ചടങ്ങുകൾ അദ്ദേഹം ഇത്രയും കാലം നടത്തിയ, ലോകമെമ്പാടും നടത്തിയ ആധ്യാത്മിക സേവന പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഭാഗമാണ്. അതോടൊപ്പം അദ്ദേഹം നൽകിയ വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി സ്വയം ആത്മീയമായി ഉണർന്ന് നമ്മുടെ ലക്ഷ്യപ്രാപ്തി നേടുവാൻ വേണ്ടി സ്വയം പ്രതിജ്ഞയെടുക്കുവാൻ ഉതകുന്ന ഒരു സന്ദർഭം കൂടിയാണ് എന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമിജിയുടെ പരിചയം 17 വർഷത്തെ പരിചയമാണ്. 2007 കണ്ണൂരിൽ മാതാമൃതാനന്ദമയി മഠത്തിൻ്റെ ചുമതല വഹിച്ച് ഇവിടെ വന്നതിന് ശേഷം ആണ് സ്വാമിജിയെ ഞാൻ നേരിട്ട് കാണുന്നത്. ഇത്തരം ഒരു ആധ്യാത്മിക ചടങ്ങിൽ കണ്ടു. അതിന് മുമ്പേ എനിക്കറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും നേരിട്ട് കാണുവാൻ സാധിച്ചതെന്നാണ്. കണ്ടത് മുതൽ തന്നെ ഈ നമ്മുടെ പലരും പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു കഴിവ്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം, വിനയം. ഏതൊരു വ്യക്തിയോടായാലും അദ്ദേഹത്തിൻ്റെ സമീപനം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലോകമെമ്പാടും യാത്ര ചെയ്ത് തൻ്റെ അനുയായികളെയും ശിഷ്യന്മാരെയും സമുദ്ധരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന, സനാതന ധർമ്മത്തിന് സന്ദേശങ്ങൾ പരത്തുന്ന, അതുപോലെ അനേക ഗ്രന്ഥങ്ങൾ രചിച്ച് സമൂഹത്തിന് ആധ്യാത്മികമായ ഉണർവുളവാക്കുന്ന ഒരു ആചാര്യൻ്റെ ഒരു ഭാവമൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള സൗഹൃദം അങ്ങേയറ്റം ഒരു മധുരമായ അനുഭവമായി തീർന്നത്. അതിനുശേഷം ഏത് ജന്മദിനത്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എത്രാമത്തെ ജന്മദിനത്തിനാണെന്ന് ഓർമ്മയില്ല. അഴീക്കോട് ആശ്രമത്തിൽ വെച്ച് നടന്ന ഒരു ജന്മദിന വേളയിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് അദ്ദേഹത്തിന് ദീർഘകാലം ഈ ലോകത്തെ സേവിക്കുവാനുള്ള